ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്നൊരു ഇഡ്ഡലി ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇഡ്ഡലി. പക്ഷേ ആ ഇഡ്ഡലി ശരിക്കും നോക്കിയിട്ടില്ലെങ്കിൽ അത് നന്നാവാതെ വരും. നമ്മൾ തുമ്പപ്പൂ പോലുള്ള സോഫ്റ്റ് ഇഡ്ഡലി എന്നൊക്കെ പറയില്ലേ, അപ്പോൾ ആ ഒരു ഇഡ്ഡലി സോഫ്റ്റ് ആയില്ലെങ്കിൽ പിന്നെ അത് കഴിക്കാൻ പറ്റില്ല, എറിയാനേ പറ്റുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന അരി കൊണ്ട് എങ്ങനെ ഇഡ്ഡലി റൈസ് കൊണ്ട് ഉണ്ടാക്കുന്നതിലേറെ പെർഫെക്റ്റിൽ ഇഡ്ഡലി ഉണ്ടാക്കാമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടും. ചിലരൊക്കെ പറയാറുണ്ട് ഇഡ്ഡലി ചിലപ്പോൾ ശരിയാവും ചിലപ്പോൾ ശരിയാവില്ല എന്നൊക്കെ. അതിനൊക്കെ കാരണം ഇതാണ്. ഞാൻ പറയുന്ന ഈ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് റേഷൻ അരി കൊണ്ട് തന്നെ ഇഡ്ഡലി റൈസ് കൊണ്ടുണ്ടാക്കുന്ന അതേ പെർഫെക്റ്റിൽ ഇഡ്ഡലി നല്ല സോഫ്റ്റ് തുമ്പപ്പൂ പോലുള്ള ഇഡ്ഡലി തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ മാവൊന്നും ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് ഇതിൽ നിന്ന് തട്ടിൽ നിന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇഡ്ഡലി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 2 ഗ്ലാസ് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന ചോറ് വെക്കുന്ന അരി ഉണ്ടല്ലോ, ഈ ഒരു ചെറിയ അരി, ഇതാണ് എടുത്തിട്ടുള്ളത്. ഇതിന് വലിയ വേവൊന്നും ഇല്ലാത്ത അരിയാണ്. അപ്പോൾ ഇതിൽ ഈ കറുത്ത അരിയും അതുപോലെ നെല്ലോ അല്ലെങ്കിൽ ചെറിയ കല്ലുകളൊക്കെ ഉണ്ടാവാറുണ്ട് ചില സമയത്ത്. അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കട്ടോ ആദ്യം എടുത്തതിന് ശേഷം. പിന്നെ ഇതിലോട്ട് നമുക്കൊരു ഗ്ലാസ് പച്ചരിയും കൂടി ഇട്ട് കൊടുക്കുക. സാധാ പച്ചരിയാണ്, റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ പച്ചരി തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കാരണം നമുക്ക് ഇഡ്ഡലി റൈസിൻ്റെ പെർഫെക്റ്റിൽ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു 2 റൈസും കൂടി വെച്ചിട്ട് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുക എന്നാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ മൊത്തം 3 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 ഗ്ലാസ് ചോറ് വെക്കുന്ന അരിയും 1 ഗ്ലാസ് പച്ചരി, നമ്മൾ ദോശയൊക്കെ ചുടുന്ന അരി, അതും റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന അരി തന്നെയാണ്. അത് നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത് രാവിലെ ഒരു 10 മണിക്കാണ് ഞാനത് വെള്ളം ഒഴിച്ച് വെക്കുന്നത്. ഇത് നമുക്ക് കുതിരാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഉഴുന്നാണ്. 3 ഗ്ലാസ് അരിയിലോട്ട് ഞാൻ 1 ഗ്ലാസ് ഉഴുന്നാണ് എടുക്കുന്നത്. മുഴുവനോടെയുള്ള ഉഴുന്നാണ് കേട്ടോ. ഉഴുന്ന് പരിപ്പാണെങ്കിൽ നിങ്ങൾ 1.5 ഗ്ലാസ് എടുക്കണം. ഉഴുന്ന് മുഴുവനോടുള്ള ഉഴുന്നായതുകൊണ്ട് ഞാൻ 1 ഗ്ലാസ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഉലുവയും കൂടി എടുത്തിട്ടുണ്ട്. ഉലുവ 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകണം. കഴുകിയതിന് ശേഷം ഇതും വെള്ളത്തിലിട്ട് വെക്കാം. രണ്ടും കഴുകിയതിന് ശേഷമാണ് വെള്ളത്തിലിട്ട് വെക്കേണ്ടത്. കാരണം നമ്മൾ ഇനി വേറെ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഉഴുന്ന് കുതിർത്ത വെള്ളം കൊണ്ട് തന്നെയാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. അതുകൊണ്ടാണ് 5-6 പ്രാവശ്യം കഴുകിയതിന് ശേഷം വെള്ളത്തിലിടണമെന്ന് പറയുന്നത്. കാരണം വേറെ വെള്ളം ഒഴിച്ചാൽ നമുക്ക് അത്രയ്ക്ക് കൊണ്ട് പൊങ്ങി വരില്ല. അതാണ് ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കാനുള്ളത്. നമ്മൾ ഉഴുന്ന് കുതിർത്ത വെള്ളം കൊണ്ട് നമ്മളിത് അരച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് ആദ്യം നമുക്ക് അരി അരച്ചെടുക്കാം. 2 അരിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് 2 പോർഷനായിട്ട് നമുക്ക് അരച്ചെടുക്കാം. 3 ഗ്ലാസ് അരി ഉള്ളത് കൊണ്ട് 2 പ്രാവശ്യമായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ കാര്യമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ വെള്ളം കൂടി പോവണ്ട. വെള്ളം നമ്മുടെ മിക്സിയുടെ ജാറിന് ആ അരിയുടെ താഴെയായിട്ട് വെള്ളം വെച്ചാൽ മതി. വെള്ളം ഒരിക്കലും കൂടിക്കഴിഞ്ഞാൽ അരി നന്നായിട്ട് അരഞ്ഞും കിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇഡ്ഡലി നന്നായി കിട്ടുകയില്ല. ഇഡ്ഡലിക്ക് വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഇഡ്ഡലി ഒട്ടും നന്നാവില്ല. അപ്പോൾ അതുകൊണ്ട് വെള്ളം കൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അരി അരയ്ക്കുമ്പോൾ നമുക്ക് ഇനി വെള്ളം കുറച്ച് കൂടി കഴിഞ്ഞാലും നമുക്ക് ഉഴുന്ന് അരയ്ക്കുന്ന സമയത്ത് ഇത് അഡ്ജസ്റ്റ് ചെയ്യണം, രണ്ടും കൂടി മാവ് മിക്സ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇനി നമുക്ക് 2 പ്രാവശ്യം ഞാൻ അരി അരച്ചിട്ട് ഫുള്ളായിട്ട് അരി അരച്ച് കഴിഞ്ഞിട്ടുണ്ട്. രണ്ടും ഞാൻ ഈ ഒരു പാത്രത്തിലോട്ട് തന്നെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത്. നല്ല പേസ്റ്റായിട്ട് അരയാൻ പാടില്ല. കുറച്ചൊരു തരി വേണം. അങ്ങനെ കൈകൊണ്ട് വെച്ച് നോക്കുന്ന സമയത്ത് ഒരു തരി ഉണ്ടാവില്ല, ഒരു റവയുടെ തരി പോലത്തെ ഒരു തരി, അത് വേണം. ആ ഒരു രീതിയിലാണ് നമുക്ക് അരി അരച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലോട്ട് ഉഴുന്നാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഉഴുന്നും ഉലുവയും കൂടി നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതാണ് അരച്ചെടുക്കേണ്ടത്. അതും ആ ഒരു വെള്ളത്തോട് കൂടിയാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. ആ ഉഴുന്ന് കുതിർത്ത ആ വെള്ളം കൊണ്ടാണ് നമ്മൾ ഇത് അരച്ചെടുക്കേണ്ടത്. അരി അരച്ച സമയത്തും ഞാൻ ഈ വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഉഴുന്ന് മൊത്തത്തിൽ ഞാൻ ഈ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഉഴുന്ന് നന്നായിട്ട് അരയണം കേട്ടോ. അപ്പോൾ ഒരു പകുതി അരവാകുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് ചോറും കൂടി ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് ചോറാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ചോറും കൂടി അരച്ച് വെക്കുമ്പോഴാണ് നമ്മുടെ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചോറ് ചേർക്കുന്നത്. ഇനി ചോറില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അവിലുണ്ടെങ്കിൽ ഈ ഒരു അളവിൽ അവിൽ കുറച്ചൊരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒന്ന് കുതിർത്തതിന് ശേഷം ഇതിലിട്ട് അരച്ച് കൊടുത്താൽ മതി. ഇത് കണ്ടപ്പോൾ നല്ല പോലെ പേസ്റ്റായിട്ട് അരച്ചിട്ടുണ്ട്.
ഇത് കണ്ട ഇത് ഇനി നമുക്ക് ഈ മാവിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനിയാണ് അടുത്ത കാര്യം ശ്രദ്ധിക്കാനുള്ളത്. ഇനി നമുക്ക് ഇതിലോട്ട് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണ്ട. നല്ല പുളി വേണമെന്നുള്ളവർക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു സമയത്ത് തന്നെ പുളി വലിയ ഇഷ്ടമില്ലാത്തവർക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാതെ നമുക്ക് ഈ കൈ കൊണ്ട് ഇതുപോലെ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. കാരണം നമ്മൾ അരി വേറെയും ഉഴുന്നും ചോറും വേറെയാണ് ഇത് അരച്ച് ചേർത്തിട്ടുള്ളത്. ഇത് അപ്പം എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. അത് നമുക്ക് കൈ വെച്ചിട്ട് മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോഴാണ് നല്ല സോഫ്റ്റായി വരിക. കയ്യിൽ വെച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ അത്രയും അങ്ങോട്ട് മിക്സ് ആയി കിട്ടില്ല. അപ്പോൾ ഇതുപോലെ കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. നിങ്ങൾക്ക് നല്ല പുളി ആവശ്യമുണ്ടെങ്കിൽ, ഇഡ്ഡലിക്ക് നല്ല പുളിപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പം തന്നെ രാത്രി അരച്ച് വെക്കുന്ന സമയത്ത് തന്നെ ഉപ്പും കൂടി ചേർത്ത് വെക്കട്ടോ. ഞാൻ അങ്ങനെ ഉപ്പ് ചേർത്ത് വെക്കാറില്ല. ഇവിടെ കുട്ടികൾക്കൊക്കെ വലിയ പുളി ഉണ്ടായാലും ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ രാവിലെ ചുടുന്ന സമയത്താണ് ഉപ്പ് ചേർത്ത് കൊടുക്കാറ്. ഇപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെക്കാം. അപ്പോൾ ഇവിടെ നല്ല മഴ പെയ്യുന്ന ഒരു സമയമാണ്, നല്ല തണുപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ മാവ് രാവിലേക്കൊക്കെ പൊങ്ങി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നല്ല മഴയാണ് കേട്ടോ, പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓവൻ്റെ ഉള്ളിൽ ലൈറ്റ് ഇട്ട് വെക്കുകയാണ്. ഓവണൊന്ന് ചൂടാക്കിയതിന് ശേഷം ഒന്ന് ലൈറ്റ് ഇട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ കുറച്ചൊരു ചൂടുണ്ടാവും, ഒരു വാം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം ഒന്ന് പൊങ്ങി വരികയും ചെയ്യും. അപ്പോൾ ഞാനിത് ഓവണൊന്ന് ചൂടാക്കുന്നുണ്ട് ആദ്യം. ആ ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഇത് ഒരു വെള്ളം എന്തെങ്കിലും കുറച്ച് വെച്ചിട്ട് ഒന്നെണ്ണം ചൂടാക്കിയാൽ മതി. അപ്പോൾ ഓവൻ്റെ ഉള്ളിൽ കുറഞ്ഞൊരു ചൂടുണ്ടാവും. ആ സമയത്ത് തന്നെ നമുക്ക് അത് ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് ഈ മാവ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ലൈറ്റ് ഓൺ ചെയ്ത് വെച്ചാൽ മതി. അപ്പം ഇപ്പോൾ ഓൾറെഡി ഓവണൊന്ന് ചൂടുണ്ടാവും. അല്ലെങ്കിൽ ചൂടാക്കാതെ അങ്ങനെ വെച്ചാൽ അത്ര അങ്ങോട്ട് ഒരു ഇത് കിട്ടില്ല. അപ്പോൾ നമുക്കിത് ചൂടാക്കിയത് കൊണ്ട് ഒരു വാം ആയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ലൈറ്റ് ഓൺ ചെയ്തിട്ട് രാത്രി ഉറങ്ങാം. എന്നിട്ട് രാവിലെ എണീക്കുമ്പോൾ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ഓവണില്ലാന്നുണ്ടെങ്കിൽ അടുപ്പിൻ്റെ അടുത്ത് വെച്ചാൽ മതി. ചൂടുള്ള ക്ലൈമറ്റിലാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇത് നല്ല മഴ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സമയത്താണ് ഇങ്ങനെ പ്രശ്നം വരുന്നത്. അപ്പോൾ ഇപ്പോൾ രാവിലെ എണീറ്റപ്പോൾ മഴയൊക്കെ ചോർന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ മാവ് എടുത്തിട്ടുണ്ട്, ഉപ്പിട്ടിട്ട് മാവ് എടുത്തിട്ടുണ്ട്. കേട്ടോ, നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ മാവ് ഒഴിച്ച് വെക്കുമ്പോൾ ഒരു വലിയ പാത്രത്തിൽ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് പൊങ്ങിയിട്ട് പുറത്തോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ വലിയൊരു പാത്രത്തിലാണ് വെച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇത് പൊങ്ങി പുറത്തോട്ട് പോകാഞ്ഞത്. ഇത് കണ്ടോ, അപ്പം മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് പാകാക്കിയിട്ട് ഇളക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു അരമണിക്കൂറിന് ശേഷം ചുട്ടു തുടങ്ങാം. രാവിലെ എണീക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ആക്കി വെച്ചാൽ മതി. ഇപ്പോൾ ഞാൻ ഇവിടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഇഡ്ഡലി തട്ട് വെച്ച് കൊടുക്കാം. ഇഡ്ഡലി തട്ടിൽ ഞാനൊന്ന് ഓയിലൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, എന്നാലേ നമുക്ക് പെട്ടെന്ന് ഇഡ്ഡലി തട്ടിയെടുക്കാൻ പറ്റുള്ളൂ. ഈ മാവ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഓരോരോ കുയിലോട്ടായിട്ട് മാവ് ഒഴിച്ച് കൊടുക്കാം. മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ, എന്നാലേ ഇതിൻ്റെ ഉള്ളിൽ എയർ ബബിൾസ് എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്താൽ മതി. അപ്പോൾ ആ സമയത്ത് കൈ ചൂടാവാതെ നോക്കണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത തട്ട് വെച്ച് കൊടുക്കാം. അതിലും ഇതുപോലെ തന്നെ മാവ് കോരി ഒഴിച്ച് കൊടുക്കാം. മാവ് എടുക്കുന്ന സമയത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് വേണം കേട്ടോ എടുക്കാൻ. ഇനി ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താൽ മതി. അതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഏകദേശം ഒരു 7-8 മിനിറ്റ് വെച്ചാൽ മതിയാകും. ആദ്യം ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലോട്ടൊരു ചട്നി തയ്യാറാക്കാം. ഇതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങ ചിരവിയതും ഒരു പച്ചമുളകും, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒരു ചെറിയ പീസും, പിന്നെ അതുപോലെ തന്നെ കുറച്ച് പുളിയും, അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി കൂട്ടിയിട്ട് ഞാൻ നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. വറവിടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇഡ്ഡലിയിലോട്ട് നല്ല ഒരു കോമ്പിനേഷനുള്ള ചട്നിയാണ്. ഇപ്പോൾ ഒരു 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇഡ്ഡലി പാത്രം ഞാൻ തുറന്ന് നോക്കുന്ന സമയത്ത് ഇഡ്ഡലി നല്ല പൊങ്ങി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇഡ്ഡലി തട്ട് ഈ പാത്രത്തിൽ നിന്നും മാറ്റാം. ഇത് തണുത്തതിന് ശേഷം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി വേറെ തട്ട് വെച്ചിട്ട് അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവും കൂടി ഒഴിച്ചിട്ട് ഇതിൽ തന്നെ ചുട്ടെടുക്കാം. ആ തട്ട് നമുക്ക് തണുത്തതിന് ശേഷം മാത്രമേ ഇഡ്ഡലി അതിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. ഈ ചൂടുള്ള സമയത്ത് ഒരിക്കലും ഇഡ്ഡലി ഇതിൽ നിന്ന് വേർപ്പെടുത്താൻ എടുക്കരുത്. കാരണം എന്താ വെച്ചാൽ അപ്പോഴാണ് ഈ പറ്റി പിടിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രമേ തട്ടിൽ നിന്ന് ഇഡ്ഡലി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ രണ്ടാമത്തെ തട്ടും ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇത് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് തണുക്കണമെങ്കിൽ എന്തായാലും ഒരു 5-6 മിനിറ്റ് വേണ്ടി വരും. ആ ഒരു ടൈം തണുക്കാൻ. അപ്പോഴേക്കും മറ്റേതും കൂടി ചുട്ട് കഴിഞ്ഞതിന് ശേഷം രണ്ടും തണുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടോ, നല്ല പെട്ടെന്ന് തന്നെ പോരുന്നുണ്ട്. തണുത്ത് കഴിഞ്ഞാലാണ് പെട്ടെന്ന് പോരുക. ചൂടോട് കൂടി എടുക്കാൻ നിന്നാൽ ഇതിൽ ഒട്ടി പിടിച്ചിട്ട് ഉണ്ടാവും.
അപ്പോൾ നമുക്കിത് ഓരോന്നോരോന്നായിട്ട് എടുത്ത് മാറ്റാം. കണ്ടോ, തീരെ അടി പിടിക്കാതെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കുന്ന സമയത്ത് നമുക്ക് ഇഡ്ഡലി റൈസ് കൊണ്ട് ഉണ്ടാക്കുന്ന ആ ഒരു പരുവത്തിലാണ് ഇഡ്ഡലി കിട്ടിയിട്ടുള്ളത്. ഞാൻ ഇഡ്ഡലി റൈസ് കൊണ്ട് ഉണ്ടാക്കുന്ന സമയത്തും ഇതുപോലെ തന്നെയാണ് വരാറുള്ളത്. റേഷൻ അരി കൊണ്ട് ഇതുപോലെ തയ്യാറാക്കുന്ന സമയത്ത് ഇതേ ടേസ്റ്റ് തന്നെ ഉണ്ടാവാറുള്ളത്. എനിക്ക് രണ്ടും ഒരു മാറ്റവും തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. ഇഷ്ടമായ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.